ഫ്രണ്ടേ, നിനക്ക് സുഖമാണോടാ? നിനക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്? നമ്മുടെ ഈ വയനാട്ടിൽ മെയിൻലി 2 types ഓഫ് ബസ്സസ് ഉണ്ട്. ദ പ്രൈവറ്റ് ബസ് ആൻഡ് ദ സെക്കൻഡ് നമ്മുടെ ജീവൻ്റെ ജീവനായ KSRTC. KSRTC. ബട്ട് ഞങ്ങളുടെ റൂട്ടിൽ പലതും ഇപ്പോൾ ഓടുന്നില്ല. ഐ ഡോണ്ട് നോ വൈ ഓടുന്നില്ല, മൂടില്ലായിരിക്കും. സോ ദ സ്റ്റോറി ഈസ്, റീസെൻ്റ്ലി ഞാൻ ഒരു KSRTC അല്ലാത്ത പ്രൈവറ്റ് ബസ്സിൽ കയറി പോയി യാത്ര ചെയ്തു. നല്ല കോസി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് റെയിനിങ് ഔട്ട്സൈഡ്. നല്ല കാറ്റ്, മുട്ടൊക്കെ ഇങ്ങനെ പാറി പറന്ന് സിനിമയിൽ പോകുന്നൊരു ഫീലില്ലേ? സിനിമ കാണുന്ന പറന്ന് പറന്ന കാറ്റിൽ ഇങ്ങനെ തെറിച്ച് നടക്കുന്ന മുടികൾ. റീസെൻ്റ്ലി എനിക്കൊന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോണായിരുന്നു. ഞാനൊരു പ്രൈവറ്റ് ബസ്സിൽ പോയി. പൊന്നെ സെറ്റ് ഫീല്. എന്നാ ഫീലാ, ഒരു മഴയൊക്കെ പെയ്തിട്ട് നല്ല മണ്ണൊക്കെ തണുത്തിരിക്കുമ്പോൾ ആ ചെടികളൊക്കെ നല്ല പച്ച കളറിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്നാ ഫീലാ. അത് പറഞ്ഞു തരുന്നിരിക്കാൻ വയ്യ. യാത്ര ചെയ്യണം, എന്നാലേ അറിയുള്ളൂ. എന്നിട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ എന്താ തണുത്ത കാറ്റിനടിക്കുമ്പോൾ ഓരോ മുടി ഇങ്ങനെ എഴുന്നേറ്റ് പറന്നിങ്ങനെ ഡാൻസ് ചെയ്താണ്. എന്ത് രസമാണ്. പക്ഷെ ഡാൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം മുടി കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാനൊരു ഫ്രഷ് ഹെയർ കട്ട് കഴിഞ്ഞിരിക്കുമായിരുന്നു. ഒരു ഡ്രാക്കുള കുഞ്ഞിനെ പോലെ ആയിപ്പോയി. അതോടെ ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് എത്തിയിട്ട് ഞാനൊരു അവിനൊക്കെ കുടിച്ച് കുറച്ച് ചില്ലായി 2 ഉണ്ടയൊക്കെ കഴിച്ച് വൈബായി വീട്ടിലേക്ക് വന്നപ്പോൾ എന്തൊരു റിഫ്രഷിങ് ആയിട്ടൊരു എനർജി, ഒരു മൊമെൻ്റ് ആയിരുന്നു അറിയാമോ. സോ ഇൻ ദിസ് ഐ വോണ്ട് ടു സജസ്റ്റ് മൈ ഫ്രണ്ട് എ ട്രിപ്പ്. വല്ലപ്പോഴും ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ മുരടിച്ചിരിക്കാണ്ട്, ഈ ഫോൺ നോക്കി ഇരിക്കാണ്ട് ഒരു ഡീടോക്സിഫിക്കേഷന് വേണ്ടി കുറച്ച് പ്രകൃതിയിലേക്ക് ഇറങ്ങുമോ, കുറച്ച് ബസ്സിലേക്ക് യാത്ര ചെയ്യുമോ. നമ്മുടെ സർക്കാർ മെച്ചപ്പെടട്ടെ. നിങ്ങൾ യാത്ര ചെയ്താലേ നമുക്ക് കുറച്ച് കോസി അറ്റ്മോസ്ഫിയർ, കോസി എനർജി, വൈബ്രൻറ്റ് ഫീലൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ യാത്ര ചെയ്തിട്ട് തിരിച്ചു വരണം കേട്ടോ. വേറെ എവിടെയും പോയി വെക്കരുത്. ബാക്ക് ടു ഹോം. ഓക്കെ, സോ ഹാപ്പി ജേർണി.